ബിഗ് ബോസ് സീസൺ 7 ഒക്കെ അവസാനിച്ചു കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളുകളൊക്കെ തന്നെയായി. പക്ഷെ അതിനിടയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സീസൺ 7 കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ അറിയാം എന്തൊക്കെയാണ് ഓരോരോന്ന് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ ചില കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഒരു പുതിയ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. വിന്നറായിട്ടുള്ള അനുമോൾ ഉൾപ്പെടെ മറ്റു ചിലർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് സെക്കൻഡ് പ്ലേസ് കിട്ടിയ അനീഷ്. എനിക്ക് തോന്നുന്നു ഈ അനീഷ് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു തിരക്കിലാണെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അവാർഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് എല്ലാ ഷോയും വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക രണ്ടാം സ്ഥാനം കിട്ടിയിട്ട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നത് അനീഷാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും അവാർഡ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ആ അവാർഡ് വാങ്ങിച്ച് തീർന്നില്ലെന്നാണ് തോന്നുന്നത്. ഓരോ അവാർഡുകളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പേജിൽ, അതായത് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ബെസ്റ്റ് പീപ്പിൾ ചോയ്സ് അവാർഡ് വിന്നർ അനീഷ്. സിൽവർ സ്ക്രീനിന്റെ അവാർഡാണ് 2026 മലയാളം ഫിലിം അവാർഡ് നൈറ്റ് 2026 വെച്ച് ഈ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബെസ്റ്റ് പീപ്പിൾസ് ചോയ്സ് അവാർഡാണ് ഇപ്പോൾ അനീഷ് നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് അനീഷ് തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അനീഷ് അതോടൊപ്പം തന്നെ അനുമോൾ തമ്മിൽ ഇടയ്ക്ക് വെച്ച് നടന്ന ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ പറയുന്ന രീതി അനുമോളുടെ കാര്യം നോക്കി പോകുന്നു, അതോടൊപ്പം തന്നെ അനീഷിന്റെ കാര്യം നോക്കി പോകുന്നു. അതിനിടയിൽ തന്നെ ഈ പറയുന്ന തോതിൽ അനീഷ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം മുതൽ ഇപ്പോൾ വരെയും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ അവാർഡിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അനീഷ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അംഗീകാരം തന്നെയാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്തോ വലിയ സംഭവം മറ്റത് മറിച്ചത് എന്നുള്ള രീതിയൊന്നും അല്ല. പക്ഷെ ഇതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ രക്ഷപ്പെടാനുള്ളവരാണെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ഈ പറയുന്ന അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഒരു കോമണറായിട്ട് അതിൻ്റെ അകത്ത് കയറിയ ഒരു സാധാ വ്യക്തി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഈ ഷോ കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇത് അവാർഡുകൾ, അതും ഈ പറയുന്ന രീതിയിൽ വലിയ വലിയ ഷോകളുടെ അവാർഡുകളും ഒക്കെ തന്നെയും അനീഷിന് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു അംഗീകാരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ അവാർഡ് എന്നുള്ള രീതിയിൽ ഓരോന്നും കൊടുക്കുന്നത്. പീപ്പിൾസ് ചോയ്സ് അവാർഡ്, അതോടൊപ്പം തന്നെ മറ്റു പല അവാർഡുകളും ഇതിനോടകം തന്നെ ഈ പറയുന്ന അനീഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അനീഷിന് മാത്രമല്ല അനുമോൾക്കും ഒരുപാട് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഒരു രണ്ടാം സ്ഥാനം നേടിയെടുത്തിട്ട് ഇപ്പോൾ വരെയും ഈ പറയുന്ന രീതിയിൽ ഓരോ അവാർഡ് കാര്യങ്ങളായാലും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി അത്യാവശ്യം നേട്ടമുണ്ടാക്കിയ ഒരു രണ്ടാം സ്ഥാനക്കാരൻ എന്നുള്ള രീതിയിൽ ഇതുവരെയുള്ള ഷോസ്, അതായത് 1 തൊട്ട് 7 വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന അനീഷ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഒരാളെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയിപ്പോൾ അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന അനുമോളും അതോടൊപ്പം തന്നെ അനീഷും ഒക്കെ തന്നെ ഒരു സൈഡ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അടുത്ത ആളാവും, പുതുതായി വരുന്ന വ്യക്തികളുടെ ഫാൻസ് ആവും. ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു പൊതു രീതിയാണ്. അതെങ്ങനെയായാലും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഡൗൺ ആവും, അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോളുടെ അനീഷിന്റെയും കാര്യമൊക്കെ തന്നെയും ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞു കുറച്ച് നാൾ ഉണ്ടായിരുന്നു ആ ഒരു പൊക്കിപ്പിടിക്കലൊക്കെ തന്നെ. അത് കഴിഞ്ഞ് എല്ലാം നോർമൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന രീതിയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്കും ടോട്ടലി ഇവരുടെ കാര്യമൊന്നും തന്നെ ആരും നോക്കാൻ പോകുന്നില്ല. പകരം ഇനി അടുത്ത വരുന്നത് ആരാണോ അവരെ ഒരു പൊക്കി പിടിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഉടനീളം ബിഗ് ബോസ് ഇതുവരെയുള്ള ഷോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതെന്ത് തന്നെ ആയാലും ഈ പറയുന്ന രീതിയിൽ ഈ ഷോ കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന അനീഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതിൽ ശരിക്കും പറഞ്ഞാൽ അനീഷിനെ സമ്മതിക്കുന്നു. അത് അവാർഡുകളുടെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഓരോ ഇനാഗ്രേഷൻ ഫംഗ്ഷൻ കിട്ടുന്ന കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതുവരെ ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു ക്യാഷ് പ്രൈസ് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ആ ഒരു കാര്യത്തിലായാലും ഒക്കെ തന്നെയും അതോടൊപ്പം തന്നെ മൈജിയുടെ ഗിഫ്റ്റ് ആയാലും ഒക്കെ തന്നെയും നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ച പോലെയായിരുന്നു അനീഷിന് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ശേഷം ലഭിച്ച ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ തന്നെ.